പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ സംഘർഷം. നാദിയയിൽ ISF ബൂത്ത് ഏജന്റിന് മർദ്ദനം. മുഖ്യമന്ത്രി മമതാ ബാനർജിയും BJP നേതാവ് സുവേന്ദു അധികാരിയും ഏറ്റുമുട്ടുന്ന ഭവാനിപ്പൂർ ഉൾപ്പെടെ അവശേഷിക്കുന്ന 142 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. റെക്കോർഡ് പോളിംഗ് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, സംഘർഷം ബാധിച്ചത് ഏതൊക്കെ മേഖലകളെ? സുരക്ഷ എങ്ങനെയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്? മോത്തി, പോളിംഗ് ആരംഭിച്ച് ഇപ്പോൾ ആദ്യ മണിക്കൂർ പിന്നിടുകയാണ്. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരു അക്രമ സംഭവമാണ്. അത് നാദിയയിലെ 53-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ്. ISF ബൂത്ത് ഏജന്റിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ പോളിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ജനത്തിരക്ക് എല്ലാ പോളിംഗ് ബൂത്തുകളുടെയും മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ടോളിഗഞ്ചിൽ ഉൾപ്പെടെ വലിയ നിര രാവിലെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും കൂടുതൽ ആളുകൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. മഹുവ മൊയ്ത്ര MP ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന RG കർ ആശുപത്രിയിൽ പീഡനത്തിനിരയായ യുവതിയുടെ മാതാവും അവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അഭിഷേക് ബാനർജി അല്പസമയത്തിനകം ഭവാനിപ്പൂരിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രമുഖരെല്ലാവരും രാവിലെ തന്നെ പോളിംഗിനായി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ കനത്ത സുരക്ഷ ഇപ്പോഴും ഉണ്ടെങ്കിൽ തന്നെയും സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ തന്നെയും പലയിടത്തായി സംഭവത്തിനുള്ള അല്ലെങ്കിൽ അക്രമങ്ങൾക്കുള്ള സാധ്യത കൂടുതലായി ഈ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം അറിയിക്കുന്നുണ്ട്. എന്തായാലും ആദ്യ മണിക്കൂറിൽ സാമാന്യം നല്ല പോളിംഗ് തന്നെ പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വരും മണിക്കൂറുകളിലും പോളിംഗ് ശതമാനം ഉയരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്നി വോട്ടർമാരോടും വനിതകളോടും കൂട്ടമായി പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്.